അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത് എന്ന വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് നാം മല പോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു തആല നമുക്ക് പുറത്തു തരുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തും നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നതാണ്. മൊത്തം കാരുണ്യത്തെ അള്ളാഹു തആല 100 വിഭജിക്കുകയും അതിൽ 99 പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരൊറ്റ ഒരു കാരുണ്യം വെച്ചാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം. ഇവകളെല്ലാം ഒരൊറ്റ ഒരു കാരുണ്യം മാത്രമാണ്. ബാക്കി കാരുണ്യങ്ങളെ അള്ളാഹു തആല പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്തഖ്വ ഹാഹുന, തഖ്വ എന്നുള്ളത് ഹൃദയത്തിലാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇൻളുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് അത്തഖ്വ ഹഹുന, തഖ്വ എന്നുള്ളത് ഇവിടെയാണ് എന്ന്. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.